ഒരു ഡെഡ് മൊബൈൽ ഫോണാണ് സാംസങ്ങിൻ്റെ. അപ്പോൾ അത് നമ്മളിത് സ്കീമാറ്റിക്സൊക്കെ നോക്കി നമുക്ക് കണ്ടെത്തുന്ന കംപ്ലൈൻറ്റ് ഫൈൻഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് വീഡിയോയിലൂടെ കാണിക്കുന്നത്. ലൈവായിട്ട് നിങ്ങൾക്കത് കാണാം. കോഴ്സിന് ഒക്കെ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യുക. ട്രെയിനിങ് ക്ലാസ് ഉണ്ട്, അപ്ഡേഷൻ ക്ലാസ്. IC വർക്ക് അറിയാത്തവർക്ക് IC വർക്ക് മാത്രമായിട്ട് CPU വർക്ക് കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലൂടെ എനിക്ക് ഒരു മൊബൈൽ ഫോണിൻ്റെ കംപ്ലൈൻറ്റ് ലൈവായി ഐഡൻറ്റിഫൈ ചെയ്ത് ക്ലിയർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ ഏത് സെക്ഷനിലാണ് കംപ്ലൈൻറ്റ് എന്നുള്ളത് കണ്ടെത്തിയിട്ട് അതായത് ലൈറ്റിംഗ് സെക്ഷനാണ്, അത് ഹീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മളത് ആ സെക്ഷൻ കണ്ടെത്തി അവിടെ ഏത് കമ്പോണൻസാണ് അല്ലെങ്കിൽ ICകളാണോ ഡാമേജ് എന്നുള്ളത് ലൈവായി കാണിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ സ്കീമാറ്റിക്സും കാര്യങ്ങളും എടുത്ത് നമുക്ക് നോക്കാം. ലൈറ്റിംഗ് സെക്ഷൻ്റെ സ്കീമാറ്റിക്സ് ഡയഗ്രാമാണ്. അതിൽ നമുക്ക് ഈ രണ്ട് കപ്പാസിറ്റർ കാണാനില്ല. ഈ കപ്പാസിറ്റർ വഴിയാണ് നമുക്ക് ഡിസ്പ്ലേ ലൈറ്റ് വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ്, കൂടുതൽ ഹൈ വോൾട്ടേജ് ഡിസ്പ്ലേ ലൈറ്റ് വർക്ക് ചെയ്യാനുള്ള ഹൈ വോൾട്ടേജ് VPH എന്ന് പറയും സർക്യൂട്ട് അവിടെ നിന്ന് പോകുന്നത്, ഡിസ്പ്ലേ കണക്ടറിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്ലോവർ കൊണ്ട് നമുക്ക് ഡിസ്പ്ലേ IC റിമൂവ് ചെയ്ത് നോക്കാം. ഓക്കെ, റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിമൂവ് ചെയ്ത് നമ്മളത് മാറ്റി വെച്ചു. എന്നിട്ട് നമ്മൾ ആ കപ്പാസിറ്ററിൽ ഷോർട്ടേജ് വീണ്ടും കാണിക്കുന്നുണ്ടോയെന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. കാണിക്കുന്നില്ലെങ്കിൽ നമ്മളത് ICയുടെ കംപ്ലൈൻ്റ് ആണെന്ന് 100% കൺഫേം ചെയ്യുക. കാരണം വേറെ സർക്യൂട്ടുകളൊന്നും അവിടെ ലിങ്ക് ആവുന്നില്ല. ഇതിൽ കണ്ട വോൾട്ടേജ് റിലീസ് ചെയ്ത ICയിലെടുത്ത് ആ കപ്പാസിറ്റർ വഴിയാണ് ഡിസ്പ്ലേ കണക്ടറിലോട്ട് കണക്ഷൻസ് പോകുന്നത്. വോൾട്ടേജ് ആ ഡിസ്പ്ലേ കണക്ടറിലോട്ട് പോകുന്ന കണക്ഷൻസാണ് ഈ കാണിക്കുന്നത്. വേറെ അവിടെ ലിങ്കേജുകളൊന്നുമില്ല. നേരെ ഡയറക്റ്റ് ഡിസ്പ്ലേ കണക്ടറിലോട്ടാണ് ആ കണക്ഷൻസ് പോകുന്നത്. നമ്മൾ അവിടെ IC റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഈ രണ്ട് കപ്പാസിറ്ററാണ്. പിന്നെ ICയുടെ ഉള്ളിൽ നിന്ന് CPU പോകുന്ന കണക്ഷൻസുകളുണ്ട്, പവർ ICയിലോട്ട് പോകുന്ന കണക്ഷൻസ് ഉണ്ട്. IC റിമൂവ് ചെയ്തിട്ടും കപ്പാസിറ്ററിൽ ഷോർട്ടേജ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ കപ്പാസിറ്ററിൽ ഫുൾ ഷോർട്ടേജ് ഇല്ല, ഷോർട്ടേജാണുള്ളത്. IC റിമൂവ് ചെയ്തിട്ട് ലീക്കേജ് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ കപ്പാസിറ്റർ റിമൂവ് ചെയ്ത് കളയുക. ശേഷം ഞാൻ വേറൊരു ഡെഡ് മൊബൈൽ ബോർഡിൽ നിന്നിട്ട് ആ കപ്പാസിറ്റർ അവിടെ റീപ്ലേസ് ചെയ്തിട്ട് വേറെ പുതിയ കപ്പാസിറ്റർ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, ലൈറ്റിംഗ് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഗ്രൗണ്ടിങ്ങിന് വരുന്ന കപ്പാസിറ്ററാണ്. ആവശ്യമില്ലെങ്കിലും ഫോൺ വർക്ക് ചെയ്യുന്നതാണ്. നമ്മളപ്പോൾ ഫൈൻഡിങ് വളരെ കറക്റ്റ് ആണെങ്കിൽ, നമ്മൾ കണ്ടെത്തിയ കംപ്ലൈൻറ്റുകളുടെ റൂട്ട് ക്ലിയർ ആണെങ്കിൽ വർക്കാവേണ്ടതാണ്. പക്ഷേ ഞാൻ കപ്പാസിറ്റർ റീപ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓൺ ആക്കിയിട്ട് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. Then okay, work done, success. Okay, അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.